ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പണിയാരമാണ്. പണിയാരം എന്ന് പറയുമ്പോൾ എല്ലാ കടകളിലൊക്കെ കിട്ടും. അതായത് നമ്മുടെ ഇവിടെ കിട്ടില്ല, തമിഴ്നാട്ടിലെ എല്ലാ കടകളിലും കിട്ടും. നല്ല ടേസ്റ്റാണ്, കഴിക്കാനും എല്ലാവർക്കും കഴിക്കാൻ പറ്റും. രാവിലത്തെ ഫുഡായി കഴിക്കാം, നമുക്ക് 4 മണിക്ക് ചായക്കായി കഴിക്കാം. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ മുളക് ചട്നി അരച്ച് ഇത് പാത്രത്തിലാക്കി കൊണ്ടുപോയാൽ ഏകദേശം 2 ദിവസം ഇരിക്കുകയും ചെയ്യും. അത്രയും നല്ല ടേസ്റ്റിയായ സാധനമാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. ഞാൻ വലുതായിട്ടൊന്നും പറയാനില്ല, അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെട്ടാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചരി 1 കിലോ എടുത്തിട്ടുണ്ട്. 1/4 കിലോ ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ഉലുവ, ഇത്രയും വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് ഇത് വന്നിട്ട് നമുക്കൊരു 3 മണിക്കൂർ 3-ന് നല്ലോണം കുതിരാൻ വയ്ക്കണം. കുതിർന്ന ശേഷം ഞാൻ അരച്ചതാണ് ഈ മാവ്. നോക്കിക്കോളൂ, വേണ്ടില്ലേ. ഇനിയിപ്പോൾ ഈ മാവ് ഇനി നമുക്ക് കടയിൽ നിന്ന് പാക്കറ്റിൽ കിട്ടും, അതും മേടിക്കാം. നമ്മുടെ വീട്ടിൽ അരി ഉഴുന്നരയ്ക്കുന്നതാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ നിറയെ മാവ് അരച്ചതെന്ന് ഞാൻ കുറച്ചെടുത്തിട്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. അതായത് 3 മണിക്കൂർ വരെ ഇത് കുതിരാൻ വെച്ച് കുതിർന്ന ശേഷം ഒരു 3 മണിക്കൂറെങ്കിലും പുളിക്കാൻ വെക്കണം. അപ്പം മൊത്തം 6 മണിക്കൂറായി. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മാവ് പുളിച്ചാൽ നല്ല ടേസ്റ്റി ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ മാവിൻ്റെ ഇത് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നാണ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, പച്ചക്കടലപ്പരിപ്പ്, വലിയ ഉള്ളി, നാളികേരം, കടുക്, ഉഴുന്നുപരിപ്പ്, മല്ലിയില, കറുവപ്പലിൻ്റെ ഇല, കായം. എണ്ണ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലെണ്ണ, സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിനെ ഒന്ന് ഫസ്റ്റ് വറുത്തെടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഏത് വേണമെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കണത്. എണ്ണയൊന്ന് നന്നായി ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയാനാകുമ്പോൾ പച്ചക്കടല പരിപ്പാണത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളക് 2 അരിഞ്ഞതാണ് നൈസായിട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി 1 തുണ്ട് നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒന്ന് പച്ചമണം നന്നായി പോട്ടെ. അങ്ങനെ അതിൻ്റെ പച്ചമണം നന്നായി പോയിട്ടുണ്ട്. അങ്ങനെ വലിയ ഉള്ളി നൈസായി അരിഞ്ഞതാണ്, വലിയ സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 വലുത്. ഇത് നന്നായി ഒന്ന് മൂത്ത് പച്ചമണം ഒന്ന് പോട്ടെ, അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പം അങ്ങനെ ഉള്ളിൻ്റെ പച്ചമണമൊക്കെ പോയി ഒന്ന് ബ്രൗൺ കളർ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ 1 കപ്പ് തേങ്ങ ഇതാ നൈസായി ചരുകിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. നോക്കിക്കോളൂ. തേങ്ങൻ്റെ ഒരു പച്ചമണം പോണം, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ തേങ്ങൻ്റെയും പച്ചമണമൊക്കെ പോയി നന്നായി നോക്കിക്കോളൂ. ഇനി നമുക്ക് കായം ഞാൻ എങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് നോക്കിക്കോളൂ. നമ്മൾക്കിപ്പോൾ ഇതിനെങ്ങനെ ഒന്ന് വകഞ്ഞ് വെക്കുക. വകഞ്ഞ് വെച്ചിട്ട് എന്തിനാണെന്ന് വെച്ചാൽ കായം ഒന്നൊത്തിരി ചൂടാവാനുണ്ട് നമുക്ക്. അതായത് ഒരു 1/4 ടീസ്പൂൺ മതി. ചെറിയ ടേബിൾ സ്പൂണിന് 1/4 ടീസ്പൂൺ. അത് ഈ നടുക്ക് ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതി. ഇതാ ഇത്ര മതി കായം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആദ്യം ഈ കായം ഒന്ന് ചൂടാകാൻ വേണ്ടി, എന്നിട്ട് ഒന്നിച്ച് ഇളക്കിക്കോളൂ. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, മല്ലിയില. അതായത് മല്ലിയില ഒരു 2 തണ്ട് നൈസായി അരിഞ്ഞാണ്. നോക്കിക്കോളൂ. ഇത് കറുവപ്പലിൻ്റെ ഇലയാണ്, ഒരു 2 തണ്ട് അരിഞ്ഞതാണ്. ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കായം ഞാൻ എന്തിനാ അങ്ങനെ ഇട്ടത് വെച്ചാൽ കായം ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ടാണ്. ഇതിനോടൊപ്പം കായം ഇട്ടാൽ മണം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വകഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അങ്ങനെ നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കാം.
അപ്പോൾ നല്ല മണം വരുന്നുണ്ട്, കായത്തിൻ്റെ എല്ലാതിൻ്റെയും നല്ല മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചൂടോടെ തന്നെ നിങ്ങൾ അതിൽ കൊട്ടിക്കോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, ഞാൻ അതിൽ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു 1/2 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് നോക്കി ഇത് ഇട്ട് ഇളക്കി കഴിഞ്ഞ് നോക്കിയിട്ട് ഉപ്പ് പാകം പോലെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇല്ല ഉപ്പേ വേണ്ടാത്തവർക്കോ എന്നാൽ അതോ അപേക്ഷയാക്കാം. നമുക്കിനി കൊട്ടിക്കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പ്രത്യേകം പറയണ്ട്, മാവ് നല്ല പുളി വേണം, എന്നാലേ ഇത് ടേസ്റ്റി ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ നമുക്കിനി അപ്പക്കല്ല് വെച്ച് കൊടുക്കാം. അതെങ്ങനെ ചുട്ടെടുക്കണമെന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ, നെയ്യ്, പിന്നെ എന്താ നമുക്ക് യൂസ് ചെയ്യാം, നല്ലെണ്ണ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ലേശം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ള എണ്ണയൊക്കെ. നന്നായി ചൂടാവട്ടെ. ഇപ്പം ചട്ടി ഒന്ന് നന്നായി ചൂടായി വന്നിട്ട് നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നിറച്ച് കൊടുക്കാം. ആ സൈഡും കൂടെ ഒന്ന് വേവട്ടെ. അപ്പം അങ്ങനെ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് കോരിയിടാം. എണ്ണ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്, കാണിച്ചു തരുന്നത്. നമുക്ക് ലാസ്റ്റ് ട്രിപ്പും കൂടെ ഒഴിക്കാം. അപ്പോൾ ലാസ്റ്റത്തെയായി ഗ്യാസ് ഓഫാക്കാം, കോരിയിടാം. അപ്പോൾ അങ്ങനെ ഇതൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പണിയാരമൊക്കെ റെഡിയായി, ചട്നി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മറ്റാരിനെയല്ല വിളിക്കണത്, ഞാൻ നമ്മുടെ ഫൈസലിനെയാണ് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കണത്. ഫൈസലേ വരൂ. പണികാരൻ ടേസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ. പ്ലേറ്റൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഒന്ന് എടുത്തു നോക്കാം, കഴിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പറയാം. ചട്നി 2-3 ഐറ്റം ഉണ്ട്. 2-3 ഐറ്റം ഉണ്ട്. കൂടിയുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചിട്ട് പറയാം. പറയാം. ഒരു വെറൈറ്റി ടേസ്റ്റ് പറയാം. അതെ, നമ്മുടെ തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. അതെ അതെ. എന്തായാലും ഒന്നും പറയാനില്ല. പക്ഷെ ഉഴുന്നോടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഇത് വേറൊരു വെറൈറ്റി ടേസ്റ്റാണ്.
ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയായിരിക്കും അല്ലേ? ഓ എവിടേക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. രാവിലത്തെ കഴിക്കുക, ചായക്കായിട്ട് ഇപ്പൊ ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മളെ 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സംഭവം കഴിച്ചോണ്ടേ ഇരിക്കാൻ തോന്നും. ഒരു ഡൗട്ട്, ഇതിപ്പോ നമ്മള് ചെറിയ ചെറിയ കുഴിയിൽ ഒഴിച്ചില്ലേ, മാവ് എടുത്തിട്ട് അങ്ങനെ ദോശമാരി ഒഴിച്ചെന്താ അവസ്ഥ? എന്നാലും വെറൈറ്റി ആയിരിക്കും. പക്ഷെ ഒരു കട്ടിയായി കഴിക്കുമ്പോൾ നമുക്കൊരു ഇത്തിരി ഇതുണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ദോശക്കല്ലിൽ ഒഴിച്ചാലും അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു വ്യത്യസ്ത, എന്നും നമ്മ ദോശ ഇഡ്ഡലിയും കഴിക്കുന്നതാണല്ലോ, അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾക്ക് അങ്ങനെ കഴിക്കണമെന്നുള്ളൂ. പക്ഷെ ഇത് വന്നിട്ട് അധികം തമിഴ്നാട്ടുകാരാണ് നമുക്കിത് ഉണ്ടാക്കാനുള്ളത്. നമ്മുടെ ഇപ്പോൾ പാലക്കാട്ടുകാർ, കേരളത്തുകാർ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപൂർവം ആൾക്കാരെ ഉണ്ടാക്കുള്ളൂ. ഇത് ഉണ്ടാക്കാൻ സിമ്പിളുമാണ്. നമ്മുടെ വീട്ടിൽ ഇത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ സാധനം നമ്മുടെ വീട്ടിൽ എല്ലാപ്പോഴും ഉണ്ടാണ്. അരിയുഴുന്ന് നാട്ടാത്ത വീടുകളേ ഉണ്ടാവില്ല. ഇന്ന് എപ്പോഴും ഉണ്ടാകും. പാക്കറ്റ് മാവാണെങ്കിലും മേടിക്കാം. പിന്നെ ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്നതെല്ലാം നമുക്ക് വിറ്റാമിൻ ഉള്ളതാണ്, നല്ല സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂൾ വിട്ട് വരികയാണെങ്കിലും രാവിലെ നമുക്ക് ബോക്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അടിപൊളി. സോസ് ഒഴിച്ചിട്ട് നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തയച്ച് വിട്ട് വെച്ചാൽ അവർക്ക് ഉച്ചയ്ക്ക് നമ്മൾക്ക് കഴിക്കാനുള്ളതായി. അല്ലെങ്കിൽ ഒരു 10 മണിക്ക് സോസ് ഒന്നും ഒഴിക്കാണ്ട് പച്ചമുളക് മാത്രം നീക്കം ചെയ്തിട്ട് കുട്ടികൾക്ക് എരിവാണ് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയാക്കിയിട്ട് ഞാനൊരു ഐഡിയ ആക്കി കാണിച്ചു തന്നത്. അന്നേരം അടിപൊളി, കഴിക്കാൻ നന്നായിരിക്കും. കഴിഞ്ഞില്ലേ, എൻ്റെ വയറ് നിറഞ്ഞു. ശരി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പണികാരം ശരിക്കും തമിഴ്നാടൻ ഫുഡാണ്. കർണാടകയിലുണ്ടോ, ചില ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കർണാടകയിൽ, പക്ഷെ കേരളത്തിൽ വളരെ കുറവാണ് അല്ലേ? അതെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യാം. ഇപ്പോൾ മഴക്കാലമാണ്, മഴക്കാലത്ത് നല്ല ചൂടോട് നല്ല എരിവോട് കൂടി കഴിക്കുമ്പോൾ അടിപൊളി വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കാം. അപ്പോൾ അടുത്ത ഇതിനേക്കാളും നല്ല പാടി കിച്ചൻ്റെ പുതിയ വീഡിയോ വരുന്നവരും എല്ലാവർക്കും പാടി കിച്ചൻ്റെ ബൈ.